ജീവിക്കണതിന് പകരം എനിക്കിഷ്ടപ്പെടാതെ ഞാൻ എൻ്റെ സ്വന്തം പ്രകാരം ജോലി രാജിവെച്ചിട്ട് ഈ രൂപത്തിൽ ഇറങ്ങിപ്പോയി. എനിക്ക് ഹക്കായിട്ടുള്ള ജോലി ഉണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് ഇട്ടൊന്നും പോകണ്ട. അന്നത്തെ 7,000 രൂപ, ഇന്നത്തെ 22,000 രൂപ ശമ്പളം. അതെന്തുകൊണ്ടാ? മഹാന്മാരായിട്ടുള്ള ഹുബ്ബ്, എന്റെ ഔലിയാക്കന്മാരോടുള്ള എന്ത്, ആ ഹക്കിന്റെ വഴിയിലേക്ക് നടന്നാലേ നമുക്ക് എവിടെയും വിജയം കിട്ടുള്ളൂ. നമ്മളെ മക്കളായാലും നമ്മളെ തോൽപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മള് തോൽക്കൂല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്ന ഒരൊറ്റ പ്രവർത്തനം. ആ റസൂലിന്റെ പ്രവർത്തനം കൊണ്ട് നടന്നത് മൊയ്‌ദി ഷേഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് മൊയ്‌ദിമാനിലെ ആ ഒരു വരി വ്യക്തമായി വന്നത്. അതാണ് പറഞ്ഞത്. എന്താണ്? അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അവരുടെ മജ്‌ലിസിൽ ഹാദിറാകുന്നോവർ അപ്പോൾ കുലമ്പൂക്കെ പുതിയ ഇസ്ലാമീനെ അബ്ദാലന്മാരാക്കി കൽപ്പിച്ച് വെച്ചോവർ. ആ അബുദലബിലാണ് ഞാൻ കയറിയിരിക്കണത്. ഞാൻ ഇപ്പൊ നിങ്ങളുടെയൊക്കെ മുന്നില് പിച്ചക്കാരിയാണ്, വാടകക്കാരിയാണ്, ദരിദ്രവാസിയാണ്, പട്ടിണിക്കാരിയാണ്. പക്ഷെ ഞാൻ എൻ്റെ അള്ളാന്റെ മുന്നില് രാജകുമാരിയാണ്. എന്റെ മലക്കൾ ഇവിടെ കിതാബെല്ലാം എനിക്ക് എഴുതണ്, വീശി തരിക. സയ്യിദ് കുടുംബം എന്ന് പറഞ്ഞിട്ട് സയ്യിദ് കുടുംബത്തിന്റെ ഇത് മാത്രമല്ല ഞാൻ മേടിച്ചിട്ടുള്ളത്. അള്ളാന്റെ അടുത്തേക്ക് ഞാന് തല ഉയർത്തി നിൽക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തികളാണ് ഞാൻ ചെയ്യുന്നത്. ആ റൂട്ടിലേക്ക് വന്നാലാണ് പ്രിയമുള്ളവരെ, കറാമത്ത് ബീവിയുടെ കറാമത്ത് നാം കേട്ടു അല്ലേ? ഈ ഒരു വീഡിയോ കണ്ടപ്പോ, കാരണം ഒരുപാട് വാട്സപ്പിൽ ഗ്രൂപ്പിൽ പണ്ട് മുതൽക്കേ ഞാൻ ഇത് കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത്ര കറാമത്തുകളില്ലേ? കാരണം ഈ മുസ്ലിമുകൾ പെട്ടെന്ന് വീഴുമെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. കറാമത്ത് നിഷേധിക്കുകയല്ല. പരിശുദ്ധ ഇസ്ലാമിൽ കറാമത്തുള്ളതാണ്. സ്വാലിഹീങ്ങളിൽ ഉണ്ടാകുന്ന അസാധാരണ സംഭവങ്ങളാണ് കറാമത്ത്. ഔലിയാക്കൾ, അമ്പിയാക്കൾ, സുഹദാക്കൾ, സ്വാലിഹീങ്ങൾ ഇവരുടെ അരികിൽ പോവുക, പ്രാർത്ഥിക്കുക, വലിയ ഇജാബത്തുള്ളതാണ്. ദുആക്കൊക്കെ വലിയ ഇജാബത്തുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, വ്യാജന്മാരായ ചില കറാമത്ത് ബേബികളൊക്കെ പുറപ്പെടുമ്പോൾ തീർച്ചയായും ഇതിൽ കൂടുതൽ കുടുങ്ങിപ്പോകുന്നവരുടെ സഹോദരിമാരാണ്. മനസ്സിലാക്കണം. അമ്പിയാക്കൾ, ഔലിയാക്കളെ മഖ്ബറയിൽ പോയി കറാമത്ത് കണ്ട ഒരുപാട് സ്വഹീഹായ ഹദീസുകളടക്കം കിതാബുകളൊക്കെ ഉദ്ധരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പ്രിയപ്പെട്ടവർ, ഇത്തരത്തിലുള്ള കറാമത്ത് കെണികൾ നാം ഒരിക്കലും വീണ്ടും പോകരുത്. പിന്നെ നാം ഈ ദുആ ചെയ്യുന്നതൊക്കെ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാമുള്ളതാണ്. മഖ്ബറയിൽ പോയി സിയാറത്ത് ചെയ്യുക, അവരെ കൊണ്ട് കാവൽ തേടുക, എല്ലാം നോക്കൂ. ലോകത്തുണ്ടാകുന്ന എല്ലാ ഖൈറുകളും ഷർറും, അതുപോലെ സുഖവും ദുഃഖവും രോഗവും സമനവും പരാജയം വിഷയം എല്ലാ ദാരിദ്ര്യവും എല്ലാവും ഉണ്ടാകുന്നത് അള്ളാഹു എന്ന് മാത്രമാണ്. ജീവിച്ചിരിക്കുന്നവർക്കോ മരണപ്പെട്ടവർക്കോ ഇതിൽ യാതൊരു പങ്കില്ല. എന്നാൽ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ ഔലിയാക്കൾ, സുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, ഇങ്ങനെയുള്ള മഹാന്മാരെ കൊണ്ട് ഇടതേടി പ്രാർത്ഥിക്കുന്നതിനോ അതിന് ഇസ്ലാമിൽ വിരോധമില്ല. അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചതായിട്ട് എത്രയോ ഹദീസുകളും കാണാൻ സാധിക്കും. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള വ്യാജന്മാരായ നാം തന്നെ ഒരാളിന് കറാമത്ത് പ്രകടമാകുമ്പോൾ അവർ കൂടുതൽ അള്ളാഹുവിനെ പേടിക്കുകയാണ്, അതിനെ പ്രചരിപ്പിക്കുന്നു. ഇപ്പൊ നമ്മുടെ കറാമത്ത് സ്വലാത്ത് മജ്‌ലിസുകളിൽ എന്താ അറിയോ? അതിനെ പ്രചരിപ്പിക്കുന്ന തിരക്കിലാണ്. അതിനെ പ്രചരിപ്പിക്കുക, ജനങ്ങളിലേക്ക് എത്തിപ്പിച്ചു കൊടുക്കുന്ന തിരക്കിലാണ്. അങ്ങനെയല്ല, ഒരാണെന്ന് ഒരു കറാമത്ത് അത്ഭുത സംഭവങ്ങൾ ഉണ്ടായാൽ പിന്നെ അവർ കൂടുതൽ അള്ളാഹുലേക്ക് എടുക്കുകയാണ്.
കറാമത്ത് എന്നത് അനുഗ്രഹമാണ്. കൂടുതൽ അവലിയാക്കളൊക്കെ അത് പരലോകത്തിലേക്ക് അവർ നീക്കിവെക്കും. അവർ തന്നെ അത്ഭുതപ്പെട്ടു പോകും. അവരിന്നുണ്ടാകുന്ന അവർ അള്ളാഹു ഉണ്ട്, അള്ളാഹുലേക്ക് അവർ പിന്നെയും വീണ്ടും വീണ്ടും അടുക്കുകയാണ് ചെയ്യുന്നത്. അവർ പിന്നെയും അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിന്റെ തഖ്വയിലേക്ക് പോകുന്നു. തീർച്ചയായും ഗൈബിയായ കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ, ഒരാൾക്കും അറിയില്ല. ഭാവിയിൽ എന്താ സംഭവിക്കാൻ പോവുക, എന്തൊക്കെ സംഭവിക്കും, ഒക്കെ അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. യഥാർത്ഥത്തിൽ കറാമത്തിന്റെ പേരിൽ പല ഇടങ്ങളിലും കള്ളുകുടിയന്മാരായ വ്യാജന്മാരായ ആളുകൾ പച്ച ഷാളും ഇട്ട് പല നിലക്ക് പല ഇടങ്ങളിൽ തന്റെ കറാമത്തുകൾ പ്രചരിപ്പിക്കുന്നു. അവരോട് സംസാരിക്കാൻ പേടിയാണ്, നാട്ടുകാർക്ക് അവരുടെ പിന്നിലാണ്. ഇവിടുത്തെ മഹല്ലത്തിന്റെ ഖത്തീബാല മഹല്ലത്തിന്റെ ആൾക്കാരുമായി ഉമറാക്കൾ ഉലമാക്കളുമായിട്ട് ഒന്നും ബന്ധപ്പെടാൻ പോകില്ല. കാരണം അവരെ കൂടെ നിൽക്കും. കാരണം അവരെ തൊട്ട് കളിച്ചാൽ അവരെന്തെങ്കിലും നമുക്ക് ചെയ്യുമോ, നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, നമ്മുടെ ജീവിതത്തിൽ അബദ്ധം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് പേടിച്ച് നിൽക്കുന്ന എത്ര ആളുകളുണ്ട്. എന്നോട് തന്നെ പറഞ്ഞില്ലേ, ഉസ്താദെ ഞാൻ ആ കാര്യത്തിനില്ലാന്ന്. കാരണം അയാൾ അങ്ങനെ കറാമത്ത് കാണിച്ചിട്ടുണ്ട്, ഇങ്ങനെ കറാമത്ത് കാണിച്ചിട്ടുണ്ട്. വ്യാജനാണ്, കള്ളവ്യാജന്മാരായ എത്ര ആളുകളുണ്ട്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഇത്തരത്തിലുള്ള കുഴികൾ നാം വീണു പോകരുത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.